ഹലോ ഫ്രണ്ട്സ്, നമ്മളിൽ പലരും പല കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും. അത് ഇപ്പം UGC നെറ്റ് ആയിക്കോട്ടെ, PSC ആയിക്കോട്ടെ, പല പല കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ചിലരൊക്കെ അതിൽ മാത്സ് ഭയങ്കര ടഫാണ്, അല്ലെങ്കിൽ മാത്സ് എന്നെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞ് ഒഴിവാക്കിയിടും. ചിലപ്പോൾ ആ ഒരു മാത്സിലെ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് കാരണം നമുക്ക് ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാനൽ. ഇതിൽ കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിക്കുന്ന പല ക്വസ്റ്റ്യൻസും നമ്മൾ ഇതിൽ സോൾവ് ചെയ്ത് കാണിച്ചു തരും. അതിൽ പല ട്രിക്സ് ഉപയോഗിച്ചിട്ട് പല ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനും ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സ്പീഡ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്. അതിൽ തന്നെ നമ്മൾ റിപ്പീറ്റേറ്റീവായിട്ട് പല എക്സാമിനും കാണുന്നതാണ് ട്രെയിനിൻ്റെ സ്പീഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്. ഈ ഒരു വീഡിയോയിൽ ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ കീ പോയിൻറ്റ്സ് ആണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഇത് കഴിഞ്ഞ് നെക്സ്റ്റ് വീഡിയോയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻസും നമ്മൾ സോൾവ് ചെയ്യുന്നതായിരിക്കും. ഇത് എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനും നമുക്ക് എന്താ പറയുക, മാത്സ് ഈസി ആയിട്ട് എളുപ്പമാക്കിയിട്ട് നിങ്ങൾക്ക് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്ത് നിങ്ങൾ എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ചാനലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പോയിൻറ്റ്സ് എന്താണെന്ന് നോക്കാം. സ്പീഡ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിൻറ്റ്സ് ആണ് ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്പീഡ് കാണാനുള്ള ഇക്വേഷനാണ്. സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഇത് നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ പഠിച്ചു വന്ന ഒരു ഇക്വേഷനാണ്. ഇതുവഴി നമുക്ക് ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷനും ടൈം കാണാനുള്ള ഇക്വേഷനും ഡിറൈവ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. ഡിസ്റ്റൻസ് ഈക്വൽ ടു നമ്മൾ ടൈമിനെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് കൊണ്ടുപോവുക, സ്പീഡ് ഇൻറ്റു ടൈമാണ്. ഇനി അതുപോലെ ടൈം കാണാൻ വേണ്ടിയിട്ട് ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഈ 3 ഇക്വേഷൻസും ഓർത്ത് വെക്കുക. പിന്നെ അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് ആക്കിയിട്ടുള്ള ഒരു കൺവേർഷൻ. ചിലപ്പോൾ നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ മീറ്റർ ആയിരിക്കും തന്നിട്ടുണ്ടാവുക, ഡിസ്റ്റൻസ് മീറ്റർ ആയിരിക്കും തന്നിട്ടുണ്ടാവുക. നമുക്ക് ആൻസറിൽ കണ്ടുപിടിക്കേണ്ടത് കിലോമീറ്റർ പെർ ഹവറിലായിരിക്കും സ്പീഡ് ചോദിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു കൺവേർഷനും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ 5 കിലോമീറ്റർ പെർ ഹവർ എന്ന് പറയുന്നത് 5 ഇൻറ്റു 5/18 മീറ്റർ പെർ സെക്കൻഡാണ്. ദറ്റ് ഈസ് 25/18 മീറ്റർ പെർ സെക്കൻഡാണ്. 5 കിലോമീറ്റർ പെർ ഹവറും 25/18 മീറ്റർ പെർ സെക്കൻഡും ഈക്വലാണ്. ഇനി തിരിച്ച് നമുക്ക് മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ ഹവറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അതിനെ 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുവിധം എല്ലാ പ്രോബ്ലംസിനും ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇനി നമ്മൾക്ക് പ്രോബ്ലംസ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ക്ലിയർ ആവും. നമുക്ക് അടുത്തൊരു പോയിന്റ് നോക്കാം. ടൈം ടേക്കൺ ബൈ എ ട്രെയിൻ ഓഫ് ലെങ്ത് എക്സ് മീറ്റേഴ്സ് ടു പാസ് എ പോൾ ഓർ സിഗ്നൽ പോസ്റ്റ് ഓർ സ്റ്റാൻഡിങ് എ മെൻ ഈസ് ഈക്വൽ ടു ടൈം ടേക്കൺ ബൈ എ ട്രെയിൻ ടു കവർ എക്സ് മീറ്റേഴ്സ് ഓർ ടൈം ഈസ് ഈക്വൽ ടു എക്സ് ബൈ സ്പീഡ് ഓഫ് എ ട്രെയിൻ ഇൻ മീറ്റർ പെർ സെക്കൻഡ്. അതായത് എക്സ് മീറ്റേഴ്സ് ലെങ്ത് ഉള്ള ഒരു ട്രെയിൻ ഒരു പേഴ്സണിനെയോ അല്ലെങ്കിൽ ഒരു പോസ്റ്റിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോളിനെയോ കവർ ചെയ്ത് പോകാനെടുക്കുന്ന ടൈം എന്ന് പറയുന്നത് ആ ഒരു ട്രെയിൻ എക്സ് മീറ്റേഴ്സ് സഞ്ചരിക്കാനെടുക്കുന്ന ടൈമിന് ഈക്വൽ ആയിരിക്കും. എക്സ് മീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ട്രെയിനിൻ്റെ ലെങ്ത്ത്, അതിന് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു ട്രെയിൻ ഈ ഒരു പേഴ്സണിനെ ക്രോസ് ചെയ്ത് പോകാമെന്ന് പറയുമ്പം ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും ക്രോസ് ചെയ്ത് പോകണമല്ലോ. അപ്പോൾ ആ ട്രെയിന് സഞ്ചരിക്കുന്ന ടോട്ടൽ ദൂരം എന്ന് പറയുന്നത് ട്രെയിനിൻ്റെ ലെങ്ത്തിന് ഈക്വൽ ആയിരിക്കും. പിന്നെ നമുക്ക് ടൈം കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. ടൈം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ട്രെയിനിൻ്റെ ലെങ്ത് ആയിരിക്കും, സ്പീഡ് എന്ന് പറയുന്നത് ട്രെയിനിൻ്റെ സ്പീഡാണ്. ട്രെയിനിൻ്റെ സ്പീഡ് ഓൾറെഡി നമുക്ക് അധികവും
ക്വസ്റ്റ്യനിൽ കിലോമീറ്റർ പെർ ഹവറിലായിരിക്കും തരിക. അതിന് നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം ഇക്വേഷൻസിൽ ടൈം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. സെയിം പോയിന്റിൽ തന്നെയാണ് അടുത്ത പോയിന്റും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അടുത്ത പോയിന്റിൽ അവിടെ ഒരു പോള അല്ലെങ്കിൽ ഒരു മഞ്ഞിനെയല്ല അവിടെ കവർ ചെയ്യുന്നത് വൈ ലെങ്ത് ഉള്ള ഒരു സ്റ്റേഷനെയാണ്. ഇപ്പോൾ വൈ ലെങ്ത് ഉള്ള ഒരു സ്റ്റേഷനെയാണ് ഒരു ട്രെയിന് കവർ ചെയ്ത് പോകുന്നതെങ്കിൽ അവിടെ ആ ട്രെയിന് സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് ട്രെയിനിൻ്റെ ലെങ്ത്ത് എക്സ് പ്ലസ് ആ ഒരു സ്റ്റേഷൻ്റെ ലെങ്ത്തിന് ഈക്വൽ ആയിരിക്കും. എക്സ് പ്ലസ് വൈ എന്നതായിരിക്കും അവിടെ ട്രെയിൻ സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത്. ഇവിടെയും നമ്മൾ സെയിം പിന്നെ ആ ഒരു ടൈം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ബൈ സ്പീഡ് ഓഫ് എ ട്രെയിൻ ആണ്. സ്പീഡ് ഓഫ് എ ട്രെയിൻ എപ്പോഴും നമുക്ക് ലെങ്ത് തരാം മീറ്ററിലാണെങ്കിൽ സ്പീഡ് ഓഫ് എ ട്രെയിൻ കാണുന്ന സമയത്ത് നമ്മൾ അതിന് മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചിട്ട് അവിടെ മീറ്റർ പെർ സെക്കൻഡ് ആണോ കിലോമീറ്റർ പെർ ഹവർ ആണോ തന്നതെന്ന് നോട്ട് ചെയ്ത് എന്നിട്ട് വേണം നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി പോകാനും. അപ്പം ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കേ, നമ്മൾ പല ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ടാവില്ലേ, ഇപ്പോൾ 2 ട്രെയിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഒരു ട്രെയിന് മറ്റേ ട്രെയിനെ ക്രോസ് ചെയ്ത് പോകാൻ എത്ര ടൈം എടുക്കും? അല്ലെങ്കിൽ 2 ട്രെയിന് സെയിം ഡയറക്ഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒരു ട്രെയിന് മറ്റേ ട്രെയിനെ ക്രോസ് ചെയ്ത് പോകാൻ എത്ര ടൈം എടുക്കും? അങ്ങനെ പല ക്വസ്റ്റ്യൻസും നമ്മൾ കാണാറില്ലേ. അവിടെയൊക്കെ റിലേറ്റീവ് സ്പീഡാണ് കാണേണ്ടത്. അതായത് എക്സ് ലെങ്ത് ഉള്ള ഒരു ട്രെയിനും വൈ ലെങ്ത് ഉള്ള വേറൊരു ട്രെയിനും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു ട്രെയിന് മറ്റേ ട്രെയിനിനെ ക്രോസ് ചെയ്ത് പോകാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ എക്സിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് യു മീറ്റർ പെർ സെക്കൻഡ് ആണ്, വൈൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് വി മീറ്റർ പെർ സെക്കൻഡ് ആണ്. യു പ്ലസ് വി, ഇതാണ് അതിൻ്റെ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു ട്രെയിന് സെയിം ഡയറക്ഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു ട്രെയിന് മറ്റേ ട്രെയിനെ ക്രോസ് ചെയ്ത് പോകാൻ എത്ര ടൈം എടുക്കും? അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ അവിടെ ഇക്വേഷന് എക്സ് പ്ലസ് വൈ ബൈ യു മൈനസ് വി. ഇവിടെ യു എന്നുള്ളത് ഫാസ്റ്റർ ട്രെയിൻ ആയിരിക്കും, ഒരിക്കലും സ്പീഡ് നെഗറ്റീവ് വരില്ല. ഏതാണോ ഫാസ്റ്ററായിട്ട് പോകുന്നത് അതായിരിക്കും യു എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ പല പ്രീവിയസ് ഇയറിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ സോൾവ് ചെയ്ത് കാണിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.